ഇന്നത്തെ തിരുവചനം വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തൊരു കാര്യം തമ്പുരാൻ പറയുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പയക്കുക എന്നൊക്കെ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തു പറയുന്നുണ്ട് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന്. ഒരുപക്ഷെ നമ്മുടെ പരിസരത്ത് നമ്മുടെ ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കമ്പനി അടിച്ച് കറങ്ങാനും യാത്ര ചെയ്യുവാനും ഭക്ഷണം ഒരുമിച്ച് കഴിക്കുവാനും ഒക്കെ സന്തോഷമാണ്. എന്നാൽ നമ്മളോട് ഉപദ്രവിക്കുന്നവരെന്ന് തോന്നുന്നവരോട്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി നമ്മുടെ ഒരു കുറ്റം മുഖത്ത് നോക്കി പറയുന്നവരോട് പലപ്പോഴും നമുക്ക് പിണക്കമാണ്. കാരണം അവർ നമ്മളെ ഒരു ശത്രുവായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് സുഹൃത്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കേണ്ടുന്നത് തന്നെയാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ ശത്രു എന്ന് പറയുന്ന ആളായിരിക്കും ഒരു പ്രയാസത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. എനിക്കറിയാം, വളരെ ശത്രുക്കളായിട്ട് കഴിഞ്ഞ രണ്ട് അയൽക്കാരെ പറ്റി അറിയാം. വർഷങ്ങളായിട്ട് മിണ്ടാറില്ല. ആ ഭാഗത്തേക്ക് വലിയ മതിലുകളൊക്കെ പണിത് മരങ്ങളൊക്കെ വെച്ചേക്കുകയാണ്. കാരണം അവന്റെ മുഖം കാണരുത് എന്നുള്ളത്. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു വീട്ടിൽ വലിയ ആപത്തുണ്ടാകുമ്പം ആദ്യം ഈ മതിലിന്റെ മുകളിൽ കൂടി ചാടി വരുന്നത് തൊട്ട അയൽവക്കത്തുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സൗഹൃദവും ശത്രുതയും എന്നൊക്കെ പറയുന്നത് അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് രാഷ്ട്രീയക്കാരുടെ ഒരു മെയ്വഴക്കം വേണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കമൊന്നുമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ക്രിസ്തു പഠിപ്പിക്കുന്നതാണ് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിൽ പഴയ നിയമ കാലഘട്ടത്തിലെ നിയമത്തിലൊക്കെ കണ്ണെടുക്കുന്നവന്റെ കണ്ണെടുക്കണം, പല്ലെടുക്കുന്നവന്റെ പല്ലെടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ക്രിസ്തു പറയുന്നു നിന്റെ വസ്ത്രം എടുക്കുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുത്തു പോവുക. കാരണം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്നത് ദൈവമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമുക്ക് ആരോടെങ്കിലും ഒരു പിണക്കമോ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കാണുമ്പം തന്നെ അസ്വസ്ഥരാകും. അല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അവരെ നീ ഫേസ് ചെയ്യണമല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു ആകുലത നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓർത്തു നോക്കി, അവരെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളെ പറ്റിയൊന്നും ഓർക്കുന്നില്ല. ഇങ്ങനെയൊരു കഥാപാത്രത്തെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. അദ്ദേഹത്തിന്റെ പേര് ആഹാബ് എന്നാണ്. തന്റെ തൊട്ട അയൽവക്കത്തുള്ള നാബോത്തിന് ഒരു ചെറിയ കുടിലുണ്ട്. അതിനെപ്പറ്റി ശത്രുത മൂത്ത് ഇവൻ താമസിക്കുന്നതിനെ വീടിനെ പറ്റി പറയുന്നത് ആനക്കൊമ്പ് കൊണ്ടുള്ള വലിയ ദന്തഗോപുരം എന്നൊക്കെയാ. പക്ഷെ ആ വലിയ രാജകൊട്ടാരത്തിൽ കടന്നിട്ടും ശത്രുത ഈ നാബോത്തിനോട്ട് തുടങ്ങിയോണ്ട് അവന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല. ലാസ്റ്റ് ഈ നാബോത്തിനെ കൊന്നായിട്ടാ വേദപുസ്തകം പറയുന്നത്. പക്ഷെ എന്തു പറ്റി? അവന്റെ ജീവിതം അതുകൂടെ നശിക്കുകയാണ്. ഒരു കാര്യമേ ഇന്നത്തെ വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ, മറ്റൊന്നുമല്ല. നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരു പിണക്കം തോന്നുന്നുണ്ടെങ്കിൽ അവരോട് പിണങ്ങണ്ട, അവരോടൊന്ന് സ്നേഹിച്ചു നോക്കുക, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ദൈവമേ അവർക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലും മനസ്സമാധാനം വരും, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കുന്നതാകട്ടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരു സ്വാതന്ത്ര്യ ദിനം കൂടെ കടന്നു പോയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ പരസ്പരം അയൽവക്കം പാകിസ്ഥാന്, ചൈന, ബംഗ്ലാദേശ് ഒക്കെ ആയിട്ട് ഒരു സൗഹൃദം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ശ്രമിച്ചാലും അവരൊട്ട് സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് എന്താണ് പറ്റുന്നത്? നമ്മളുടെ ഓരോ വർഷത്തെയും വരുമാനത്തിന്റെ ഒരു നല്ല ഭാഗം എന്ന് പറയുന്നത് ഈ ശത്രുക്കളെ നേരിടുവാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണപ്പെട്ടവർക്കും ദരിദ്രർക്കും ഒക്കെ ഉണ്ടാകേണ്ടുന്ന സുഭിക്ഷത നഷ്ടമാകുന്നുള്ളതിനൊന്നും തർക്കമൊന്നുമില്ല. അപ്പം ഈ ശത്രുതയൊക്കെ നമുക്ക് അവസാനിപ്പിക്കേണ്ടുന്ന സമയമായി. അത്ര എളുപ്പമല്ല എന്നൊരിക്കൽ കൂടി ഓർപ്പിക്കുക. എങ്കിലും സൗഹൃദം ഉണ്ടാകട്ടെ. ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനവും കൊണ്ടാടുന്ന ദിവസം നമ്മുടെ രാജ്യത്തിന്റെ കീർത്തി ലോകമെമ്പാടും ഉയരട്ടെ. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ സ്നേഹത്തെ പറ്റി, നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തെ പറ്റി, നമ്മൾക്ക് മറ്റുള്ളവരുമായുള്ള ഇടപെടലിനെ പറ്റി, നമ്മുടെ രാജ്യത്തിന്റെ ദരിദ്രരുടെ എണ്ണം കുറയുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കീർത്തി ഉയരട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ മൂന്നാറിൽ വലിയ പ്രളയത്തിൻ്റെ ഒക്കെ ശേഷം തൻ്റെ യജമാനനെ തേടി കാത്തിരുന്ന ഒരു നായുടെ ചിത്രം പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ കണ്ടല്ലോ. മനുഷ്യൻ സ്നേഹിക്കുവാൻ പരാജയപ്പെടുന്നിടത്ത് മൃഗങ്ങൾ നമുക്ക് പുതിയ പാഠം പറഞ്ഞു തരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇതൊരു വലിയ സന്ദേശമാകട്ടെ.